ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പൊ ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ബട്ടർഫ്ലൈയുടെ 5.5 ലിറ്ററിന്റെ ഒരു പ്രഷർ കുക്കറാണ്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതല്ല കേട്ടോ, ഷോപ്പിൽ, അതായത് നമ്മുടെ ലുലു മാളിൽ പോയി മേടിച്ചതാണ്. അവിടെ ഇപ്പൊ ഓഫർ ഉണ്ട് കേട്ടോ. ഇതിന്റെ ശരിക്കുള്ള പ്രൈസ് വന്നിട്ട് 4851. നമുക്കിത് 2399 കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു ഫ്രീ ഒരു വാട്ടർ ബോട്ടിൽ കൂടെ ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ. നമുക്ക് ആദ്യം അത് നോക്കാം. ഇതേ സെയിം പണ്ട് പൊന്നുവിനുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്തോന്നറിയാമോ, ഈ പെയിന്റ് ഉണ്ടല്ലോ, ഇത് പെട്ടെന്ന് പോവും കേട്ടോ. ആ ഒരു പ്രശ്നമേ ഉള്ളൂ, അല്ലാതെ ബോട്ടിലൊന്നും ഒരു കുഴപ്പമുള്ളതല്ല കേട്ടോ. 750 ml വാട്ടർ ബോട്ടിലാണ് ഇത്. എന്തായാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കുക്കർ അൺബോക്സ് ചെയ്യാം. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ലുലുവിൽ നിന്ന് തന്നെ നമ്മുടെ നോൾട്ടയുടെ ഈ കോംബോ ഓഫറിലുള്ള ഒരു പാക്കറ്റില്ലേ, അതായത് 3 1.5 ലിറ്ററിന്റെ വരണ ആ ഇതില് ഒരെണ്ണം വാങ്ങിച്ചേട്ടാ. പക്ഷെ നോൾട്ട വാങ്ങരുത്. ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തുള്ള കാര്യമാണ്. ഇവിടെ നമുക്കതിന്റെ എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ സ്പെയർ പാർട്സ് ഒന്നും ഇതിന്റെ കിട്ടൂല, നോൾട്ടയുടേത്. മാത്രമല്ല അവർക്ക് ഇവിടെ സർവീസ് സെന്ററും ഇല്ല. പക്ഷെ ബട്ടർഫ്ലൈക്ക് ആണെങ്കിൽ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇത് എന്തോ മിക്സർ ഗ്രൈൻഡർ ഉണ്ടല്ലോ, ഗ്രൈൻഡർ അല്ലല്ലോ, നമ്മുടെ മിക്സി വന്നിട്ട് ബട്ടർഫ്ലൈയുടെ അതാണ് കേട്ടോ. അപ്പൊ ബട്ടർഫ്ലൈയുടെ സർവീസ് സെന്റർ ഉണ്ട്, കരമനയാണ്. നല്ല അവരുടെ കസ്റ്റമർ സർവീസും നല്ലതാണ് കേട്ടോ. ഞാന് മിക്സിയുടെ ജാറിന്റെ അടപ്പ് പോയിട്ട് മാറ്റി വാങ്ങാനൊക്കെ പോയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ അവര് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതാണെങ്കിൽ പോലും അവര് പെട്ടെന്ന് തന്നെ സർവീസ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ ഞാൻ ഇപ്രാവശ്യം നോൾട്ടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റിയത് കൊണ്ട്, നോൾട്ടയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചൂട് കുറച്ച് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നോൾട്ടയുടെ ആ ഗ്യാസ്കറ്റ് ഇല്ലേ, അതിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സ്മെല്ലിറങ്ങിയിട്ട് നമ്മുടെ അതിനകത്തുള്ള ഫുഡിൽ ആ പ്ലാസ്റ്റിക്കിന്റെ ചെറിയൊരു സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇനി അത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ ഗ്യാസ്കറ്റ് മാറ്റാൻ നോക്കിയപ്പോ നോൾട്ടയുടെ ബ്രാൻഡഡ് ഒന്നും കിട്ടൂല. ഇനിയിപ്പൊ നമുക്ക് ചാലയിലെങ്ങാനും പോകുമ്പോ ഇബ്രാഹിമിലെങ്ങാനും കയറിയിട്ട് ഇതിന്റെ അടപ്പും കൂടെ കൊണ്ടുപോയാൽ അവര് വേറെ ഏതെങ്കിലും ഗ്യാസ്കറ്റ് തരും. അടപ്പ് കൊണ്ടുപോയി വാങ്ങണമെന്നേ ഉള്ളൂ. പക്ഷെ നോൾട്ടയുടെ തന്നെ കിട്ടൂല കേട്ടോ. അതേസമയം ബട്ടർഫ്ലൈയുടെ ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ തന്നെ സാധനങ്ങൾ കിട്ടും. അപ്പൊ ഇതാണ് അടപ്പ്. ഇതിന്റെ കളർ എന്താ, ഇത് ഗ്രീൻ കളർ ഗ്യാസ്കറ്റ് ആണ് കേട്ടോ. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ അൺബോക്സ് ചെയ്യുമ്പോഴാണ് ഇവിടെ വീട്ടിലുള്ളവരും കാണുന്നത് കേട്ടോ. അപ്പൊ ക്യാമറയുടെ ബാക്കിൽ എല്ലാവരും നിന്ന് നോക്കിയാണ്. ഇത് നമ്മുടെ വിസിൽ. ഇതാണ് 5.5 ലിറ്ററിന്റെ ആണ് കേട്ടോ. ഒരു കേവ് കണ്ട, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതില് കുക്ക് ചെയ്യുമ്പോ എങ്ങനെയാണെന്ന് ഞാൻ നാളെ എന്തെങ്കിലും നാളെ എന്ന് പറയണില്ല, എന്തെങ്കിലും വെക്കുമ്പോഴത്തേക്കും അതൊന്നെടുത്ത് കാണിച്ചു തരാം കേട്ടോ, ചെറുതായിട്ട്. ഇത് അടയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ആ കുട്ടി അവിടെ നിൽക്കുന്നവരെ നമുക്ക് വെച്ച് നോക്കി കാണിച്ചൊക്കെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് എന്തായാലും പറ്റും എന്ന് എനിക്കറിയാം. ഇതാണേ. പിന്നെ ഇതിന്റെ വാറണ്ടി പറയുകയാണെങ്കിൽ 1 വർഷത്തെ വാറണ്ടിയാണ് ഇതിന് തരുന്നത്. ഇപ്പൊ നമ്മള് ലുലുവിന്ന് വാങ്ങുമ്പോ എന്താണെന്ന് വെച്ചാൽ മറന്നു പോവാതെ നമ്മൾ ആ ഫ്രണ്ടിലുള്ള കസ്റ്റമർ സർവീസ് ഇല്ലേ, അവിടെ ചെന്നിട്ട് നമ്മൾ നമ്മുടെ ബില്ല് കാണിക്കുകയാണെങ്കിൽ അവര് മറ്റേ നമ്മൾ സാധാരണ ബില്ലടിക്കുമ്പോ ആ നീളത്തിന് കിട്ടുന്ന ബില്ലില്ലേ, അത് പെട്ടെന്ന് മാഞ്ഞു പോകുന്നതാണ്. അതിന്റെ പ്രിന്റ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മാഞ്ഞു പോകാത്ത ടൈപ്പ് പ്രിന്റ് ഉണ്ടല്ലോ, അതിൽ അവര് പ്രിന്റ് എടുത്ത് തരും ബില്ല്.
അപ്പൊ അത് കൊണ്ടുവന്ന് നമ്മൾ സൂക്ഷിച്ചു വെക്കുക. അപ്പൊ ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ബില്ലുമായിട്ട് സാധനവും കൊണ്ട് അവിടെ ചെന്നാൽ മതി. ലുലുവില് ഇത് ചെയ്ത് തരും. കാരണം ലുലുവിലെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ TV ഇതിനു മുമ്പ് ഇട്ട വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആണ് VUവിന്റെ. അപ്പം ആ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലുലുവിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അവർ എപ്പോഴും തന്നെ കസ്റ്റമർ സർവീസിൽ വിളിച്ചു പറയുകയും അതിന് വേണ്ട ബാക്കപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതും അതുപോലെ ആയിരിക്കും എന്ന് വിചാരിക്കുന്ന. അല്ലെങ്കിൽ തന്നെ നമുക്ക് കുഴപ്പമില്ല, ബട്ടർഫ്ലൈയുടേതായതുകൊണ്ട് നമ്മുടെ കരമനയാണ് ഇവരുടെ സർവീസ് സെന്റർ ഒക്കെ വരുന്നത്. അവിടെ കൊണ്ടുപോയാൽ അവര് ശരിയാക്കി തരും. അപ്പൊ പിന്നെ നമുക്ക് പേടിക്കണ്ട. മറ്റേ നോൾട്ടേത് എടുത്തത് എന്തോന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, കോംബോയിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അടപ്പെന്ന് പറയുന്നത് 2 പാത്രത്തിനും കൂടെ ഒരൊറ്റ അടപ്പായിരിക്കും. അപ്പൊ ഈ ഗ്യാസ്കറ്റിനൊക്കെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും യൂസ് ചെയ്യാൻ പറ്റൂല. എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നതിൽ എനിക്ക് പ്രശ്നം പറ്റിയത് അതാണ്. എനിക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ, ആ ഗ്യാസ്കറ്റ് കിട്ടാത്തതിന്റെ പേരിലേ. അപ്പൊ ഇനിയിപ്പം നമ്മൾ കൊണ്ടുപോയി വാങ്ങിച്ചാൽ ആ കമ്പനിയുടെ സാധനം അല്ല നമ്മൾ ഇടുന്നത്. അപ്പൊ കമ്പനി സാധനം ഇടാതെ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ കമ്പനി അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി അവരെ തെറ്റാണെന്ന് പോലും അവരെ ഏറ്റെടുക്കൂല. അല്ലെങ്കിൽ ഏറ്റെടുക്കൂലായിരിക്കും, അറിയില്ല. പക്ഷെ ഗ്യാസ്കറ്റ് ഒക്കെ ഇങ്ങനെ കിട്ടാതെ ആവുമ്പോൾ നമുക്ക് പാടാണല്ലോ, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് അറിയാലോ. അപ്പം ബട്ടർഫ്ലൈക്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബട്ടർഫ്ലൈ രണ്ടാമത്തെ ചോയ്സ് ആയിട്ട് അത് എടുത്തത്. കാരണം ഇനി ഒരു അബദ്ധം പറ്റരുതല്ലോ. നമുക്കാണെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പിന്നെ പെട്ടെന്ന് കേടായി വീണ്ടും 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 ഓരോരുത്തർ മാറി മാറി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസയും നമ്മുടെ കയ്യിലില്ല, സമയവുമില്ല. ഇനി പൈസ ഉള്ളവരാണെങ്കിൽ പോലും അങ്ങനെ നമുക്ക് വെറുതെ കൊണ്ടുവന്ന് നോക്കാം എന്ന് പറഞ്ഞ് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഇടാൻ പറ്റൂലല്ലോ. പ്രത്യേകിച്ച് കുക്കർ എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലൊരു സേഫ്റ്റിയുടെ ഇതും കൂടെ നോക്കണമല്ലോ, പിള്ളേരും ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും പാടല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബട്ടർഫ്ലൈ പ്രിഫർ ചെയ്തത് കേട്ടോ. അപ്പൊ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിന്റെ ചെറിയൊരു ഇതും കൂടെ പറയാമേ. അപ്പൊ നമ്മുടെ പുത്തൻ കുക്കർ കഴുകിയെടുത്ത് നമ്മൾ കടലയാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. വിസിലൊക്കെ വരുന്നുണ്ട്, സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ വിസിലിന്. അപ്പൊ വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞ് അതിന്റെ എയറെല്ലാം പോയതിനു ശേഷം തുറന്നു. നമ്മുടെ കടലയൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇത് പുതിയ കുക്കർ ആയതുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. അപ്പം ബാക്കി കുറെ പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇനിയൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തെടുത്ത് തന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.